അലങ്കാർ ഫർണിച്ചർ പയ്യന്നൂർ. പയ്യന്നൂരിന്റെ ഹൃദയത്തിൽ കുടിയേറിയ നാമം. ഓഫീസ് ഫർണിച്ചറുകൾക്ക് മാത്രമായി പയ്യന്നൂരിൽ ആദ്യമായി അതിവിശാലമായ ഷോറൂം. അലങ്കാർ ഫർണിച്ചർ പയ്യന്നൂർ. കണ്ണഞ്ചിപ്പിക്കുന്ന കരവിരുതുമായി ഗംഗാധരൻ. ഗംഗാധരന്റെ കരവിരുതിൽ വിരിയുന്നത് ജീവൻ തുടിക്കുന്ന തെയ്യക്കോലങ്ങളുടെ ആടയാഭരണങ്ങളാണ്. ഈ രംഗത്ത് കഴിവ് തെളിയിക്കുകയാണ് തെയ്യം കലാകാരനായ ചെറുവത്തൂർ പുതിയ കണ്ടത്തെ ഗംഗാധരൻ. ഉത്തരമലബാറിലെ അനുഷ്ഠാന കലയായ തെയ്യം എന്ന വിസ്മയത്തിന് ജീവൻ നൽകുന്ന തിരക്കിലാണ് ചെറുവത്തൂർ പുതിയ കണ്ടത്തെ ഈ കലാകാരൻ. കോവിഡ് കാലത്ത് വീണ് കിട്ടിയ അവധിക്കാലം വീടിന്റെ ഉമ്മറത്തിരുന്ന് തെയ്യങ്ങളുടെ തിരുമുടിയൊരുക്കാൻ വിനിയോഗിക്കുകയായിരുന്നു ഇദ്ദേഹം. മുരിക്കുമരത്തിൽ കേവലം ഒരു ചെറു കത്തി കൊണ്ടാണ് തെയ്യങ്ങളുടെ തിരുമുടി ഒരുക്കുന്നത്. കത്തി കൊണ്ട് കൊത്തുപണികൾ തീർത്ത് തകിടും ചായവും തേച്ച് വർണ്ണവിസ്മയം തീർക്കുന്ന ഇദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ശ്രദ്ധേയമാണ്. ഒരു തെയ്യം കലാകാരൻ കൂടിയായ ഇദ്ദേഹം അപൂർവങ്ങളായ തെയ്യക്കോലങ്ങൾ കെട്ടിയാടാൻ ഭാഗ്യം സിദ്ധിച്ച മുഖത്തെഴുത്ത് കലാകാരൻ കൂടിയാണ്. ചെറുപ്പത്തിലെ തെയ്യം രംഗത്ത് ഉള്ള ഒരാളാണ്. കാരണം പറഞ്ഞാൽ അച്ഛൻ പ്രശസ്തനായ തെയ്യം കലാകാരനാണ്. പിന്നെ കൂടാണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അച്ഛൻ്റെ പേര് കണ്ണൻ പെരുവണ്ണനാണ്. മുഴക്കുത്താണ് അച്ഛൻ്റെ താമസം മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ കയ്യൂർ കേസിലെ പ്രതിയായിരുന്നു. അങ്ങനെ അച്ഛൻ പ്രശസ്തനായിട്ടുള്ള തെയ്യം കലാകാരൻ. എല്ലാ തെയ്യം കെട്ടലുണ്ട്. പിന്നെ അണിയല നിർമ്മാണം, മുഖത്തെഴുത്ത്, ചെണ്ടകൊട്ടൽ, തോറ്റമ്പാട്ട് എല്ലാം കൊണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള പേര് കേട്ട ഒരാളായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കീഴിലാണ് ഞാനിത് ഇങ്ങനെ വളരെ ചെറുപ്പത്തിലെ ഇത് പഠിച്ചിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ പാരമ്പര്യമായിട്ട് നിന്നൊരു അച്ഛൻ്റെ രീതി അച്ഛനെ കിട്ടി, അച്ഛൻ്റെ രീതി എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ പാരമ്പര്യമായിട്ടായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്തു വന്നത്. അങ്ങനെ ഒരു എല്ലാം തെയ്യം കെട്ടുകയും ചെയ്യും. പിന്നെ എല്ലാ പണിയും അണിയലത്തിൻ്റെ പണി ഫേമസ് ആയിട്ട് എടുക്കുന്നൊരു വ്യക്തി എന്ന രീതിയിൽ തന്നെ പറയാം. കാരണം ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു ഇതായിട്ടുള്ള പണിയെടുക്കുന്ന ആൾ വളരെ കുറവാണ്. ഏത് തെയ്യത്തിൻ്റെ ആഭരണങ്ങളായാലും തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തായാലും പിന്നെ തോറ്റമ്പാട്ട്, ചെണ്ടകൊട്ടൽ, ബാക്കിയുള്ള കാര്യങ്ങൾ തെയ്യം കെട്ടുന്ന വിഷയമെല്ലായിട്ട് വളരെ ഇതായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ അണിയലപ്പണീൻ്റെ വളരെ ദൂരത്തു നിന്നും ആൾക്കാർ വന്നിട്ട് നമ്മളെ സമീപിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരുപാട് മടപ്പരയിലെ തിരുവപ്പൻ്റെ തിരുമുടി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. പിന്നെ വൈരജാതകൻ ഈശ്വരൻ്റെ മുടി, കുറച്ച് മുടി എന്ന് പറയും, അത് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുടിയുടെ അരിഞ്ഞിട്ടുണ്ട്. പൂമാരനത്തിന് ഉപയോഗിക്കാൻ അതേ മുടി തന്നെയാണ്. അത് കോട്ടപ്പുറത്തേക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അരിഞ്ഞു. കഴിഞ്ഞ മേടമാസം കൊടുക്കേണ്ടതായിരുന്നു. അത് അന്നേരം അരിഞ്ഞ് ഫിനിഷാക്കി വെച്ചു. അപ്പോൾ കൊറോണ വന്നതുകൊണ്ട് അത് പെൻഡിങ്ങിലായി, അത് കിടത്തിൻ്റെ ബാക്കിയായി. അതുപോലെ പിന്നെ ഈ വേട്ടക്കുരുങ്ങോട്ടത്തേക്ക് ഒരു വേട്ടക്കുരുമീശ്വരൻ്റെ പുറച്ചട്ട എന്ന് പറയും, മുടിക്ക് കിട്ടുന്ന പുറച്ചട്ട, അതിവിടെ ഉണ്ട്. അത് മരിഞ്ഞ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കേണ്ടായിരുന്നു. അതും പെൻഡിങ്ങിലായിട്ടുണ്ട്. പിന്നെ അതുപോലെ വളരെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ കൊറോണ വന്നതിന് ശേഷം
ഈ എല്ലാവർക്കും പൈസ ഇല്ല ഒന്നാമത്, പിന്നെ തെയ്യത്തിന് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നത്തിലേ അത് പെൻഡിങ്ങിലായി ആരെല്ലോ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുക. പിന്നെ അതുകൊണ്ട് നമുക്കും വളരെ ബുദ്ധിമുട്ടായി. ഇങ്ങനെയുള്ള പണി വർഷത്തിൽ അധികം ഈ പണിയെടുക്കൽ 6 മാസം തെയ്യം 6 മാസം പണിയുമാണ്. ലാഭം തുടങ്ങി ഇടവമാസം വരെ തെയ്യത്തിന് പോകും. പിന്നെ ഇടവത്തിന് ശേഷമാണ് ഈ പണിയെടുക്കൽ. മരം മേടിച്ചുകൊണ്ട്, മരം എന്ന് പറഞ്ഞാൽ മുറിക്കാതെ അധികം ഉപയോഗിക്കുക. അത് ഇപ്പം തന്നെ അത് മുറിച്ചിട്ടെടുക്കണം. മറ്റേ ഈ വില്ലുന്ന നടന്നിട്ടൊന്നും എടുക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് നക്ഷത്രങ്ങളും പക്കവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മരം മുറിച്ച് കൊണ്ടുവന്നിട്ട് അത് തീർന്നിട്ട് വേണം ഈ പണിയെടുക്കണമെങ്കിൽ. അങ്ങനെ എടുത്ത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം. തുലാമാസം വരെ പിന്നെ ഈ പണിയെടുത്തിട്ടാണ്. അപ്പോൾ പല ഓർഡർ കിട്ടാറുണ്ട്, ഒരുപാട് സാധനത്തിൻ്റെ ഓർഡർ നമുക്ക് വന്നുകൊണ്ടല്ലേ. ഇപ്രാവശ്യം വളരെ ദുർലഭമായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വെച്ച പണിയാണ് ഇതൊക്കെ. ഒരു വിഷ്ണുമൂർത്തിൻ്റെ പിന്നെ സാധനം തലസമയം എന്ന് പറയുക അതിന്, അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ടില്ല, കുറച്ച് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ കരുവലൂർ വീരൻ്റെ മുടി, അങ്ങനെയുള്ള പല സാധനങ്ങൾ തെയ്യത്തിന് വേണ്ടപ്പെട്ട എല്ലാ അണിയലങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മരമേട് എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവമാണ്. ഇത് തുള്ളക്കളിൻ്റെ ഉള്ള സംഗതിയാണ് മരമേട് എന്ന് പറയും. തുള്ളക്കളീൻ്റെ ഇടവേലിൻ്റെ സമയത്ത് ഒരു ഹാസ്യമായിട്ടുള്ളൊരു വേഷമാണ് അതിന് കിട്ടുന്ന ഈ മരമേട് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗത്തൊന്നും ഇപ്പോൾ കാണില്ല, മുമ്പെല്ലാം മലബാർ രാമൻ നായർ എന്ന് പറഞ്ഞ ആളാണ് പ്രശസ്തനായിട്ടുള്ള ഇവിടെ തുള്ളക്കളിയിലുള്ള ചെറുവത്തൂരിലെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അയാളുടെ കാലത്തുള്ളതായ സാധനമാണ് ഇത്. അത്രയും കാലപ്പഴക്കമുണ്ട്. അപ്പോൾ അത് പൊട്ടിയെ പോയതുകൊണ്ട് അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അത് പത്തനംതിട്ടക്ക് കലാമണ്ഡലത്തിൽ കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള ഒരാൾ പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്. നമ്മളെ തെയ്യം കലാകാരന്മാർ ഇങ്ങനെ അറിയും വല്ലാതെയുണ്ട്. അവർ വരും, സാധനം ഇവിടെ ഓർഡർ ചെയ്യും, അവർ വാങ്ങും, സാധനമാക്കിയിട്ട് അത് വാങ്ങിയിട്ട് പോകും. അത് തന്നെ. പിന്നെ ആര് പുറമെ രോഗമെല്ലാം അറിയൽ വളരെ കുറവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഈ ഫോക്ലോറിൻ്റെ അക്കാദമിൻ്റെ അവാർഡിനൊക്കെ ഞാൻ അപേക്ഷിച്ചായിരുന്നു. 2-3 വർഷം 3-4 അപേക്ഷ കൊടുത്ത വർഷം ഞാൻ കഴിഞ്ഞതും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരത് ഒരു മുഖവരൊക്കെ എടുത്തില്ല എന്നില്ല. നമുക്ക് ഒരു ഖേദമുണ്ട്, മനസ്സുണ്ട്. കാരണം ഇത്രയും കല ഇത് കൈകൊണ്ട് കത്തി കൊണ്ട് ചെയ്യുന്നതാണ്. അല്ല കത്തി കൊണ്ട് എടുത്ത് ഈ കൈവിരുതി ചെയ്തിട്ട് അതിനൊരു വില കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അർഹതപ്പെടാത്ത ആൾക്കാർ, അനവധി ആൾക്കാർ അവാർഡ് വാങ്ങുന്ന കാര്യങ്ങളുണ്ട്. ഒരു കാര്യത്തിന് അർഹതപ്പെടാത്ത ആൾക്കാർ, അതിന് ആൾക്കാരൊന്നും നമ്മൾ പറയുന്നില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള പല ആൾക്കാരും നമുക്ക് കേൾക്കുന്നുണ്ട്, വിലലും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചെയ്തിട്ട് അർഹതപ്പെടുന്നത് നമുക്കിത് കിട്ടുന്നില്ല എന്നൊരു മാനസികമായിട്ട് ഒരു പ്രയാസമുണ്ട്. മുഖത്തെഴുത്ത് എല്ലാ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും ഞാൻ ചെയ്യുന്നുണ്ട്. ഏത് തെയ്യത്തിൻ്റെ അപ്പോൾ അധികം ഇവിടെ വൈദ്യജാതകൻ ഈശ്വരൻ്റെ, പിന്നെ ഭഗവതിമാരുടെ, പിന്നെ എല്ലാ തെയ്യത്തിൻ്റെ ഒന്നൊന്നില്ല, എല്ലാ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തുണ്ട്.